വോട്ട് മോഷണം ആരോപണത്തിൽ രേഖാമൂലം പരാതി നൽകിയില്ലെങ്കിൽ രാഹുൽ മാപ്പ് പറയണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് 5 ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. 10,000-ങ്ങളെ അണിനിരത്തി ബംഗളൂരുവിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധ റാലി നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഹുൽ ഗാന്ധി ഭീഷണിപ്പെടുത്തുന്നതായി BJP ആരോപിച്ചു. लोकसभा में हमारा गठबंधन महाराष्ट्र के चुनाव को जीतता है। 4 महीने बाद बीजेपी महाराष्ट्र में विधानसभा जीतती है। आश्चर्यजनक नतीजा था कि 1 करोड़ नए वोटरों ने वोट किया। चुनाव आयोग से हम वोटर लिस्ट मांगते थे, इलेक्ट्रॉनिक सॉफ्ट कॉपी वोटर लिस्ट की मांगते थे, वो मना कर देते। वीडियोग्राफी मांगी, उन्होंने नहीं दी और फिर कानून बदल दिया। വിവരങ്ങളുമായി അഖില CP ആണ് ചേരുന്നത്. അഖില, ഇന്ന് എന്താണ് ഇക്കാര്യത്തിൽ BJPയും രാഹുലും പറഞ്ഞത്? അതെ, ഇന്നലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും BJPക്കെതിരെയും രാഹുൽ ഗാന്ധി നിരത്തിയ തെളിവുകൾ ഇന്നും വലിയ പ്രതിഷേധത്തിനിടയാക്കി. ആ വിവാദങ്ങളൊക്കെ ഇന്നും ആളിക്കത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ രേഖാമൂലം പരാതി നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. അല്ലാത്ത പക്ഷം ഈ തെളിവുകൾ നിരത്തി രേഖാമൂലം പരാതി നൽകാത്ത പക്ഷം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് മാപ്പ് പറയണം എന്നും ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ വോട്ട് മോഷണത്തെ തുടർന്നുള്ള ആരോപണങ്ങളെയൊക്കെ തെളിവ് നിരത്തി പ്രതിരോധിക്കാൻ ഇതുവരെ BJPക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ സുപ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഭൂപേന്ദർ യാദവ് രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. കാരണം രാഹുൽ ഗാന്ധി പറയുന്നതൊക്കെ കള്ളമാണെന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്നിരുന്നാൽ പോലും ഇതിനെയൊന്നും തെളിവ് നിരത്തി പ്രതിരോധിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. മാത്രമല്ല, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ വലിയൊരു ബഹുജന റാലി സംഘടിപ്പിച്ചിരുന്നു. 10,000-ങ്ങളാണ് ആ റാലിയിൽ പങ്കെടുത്തത്. അതിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ ഗാന്ധി സുപ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ പ്രധാനമായും വോട്ടർ ലിസ്റ്റ് എന്തുകൊണ്ട് ഡിജിറ്റൽ രൂപത്തിൽ ജനങ്ങൾക്ക് നൽകുന്നില്ല? ഈ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് CCTV ദൃശ്യങ്ങൾ എങ്ങനെയാണ് നശിപ്പിച്ചത്? എന്തുകൊണ്ടാണ് അത് നശിപ്പിച്ചത് എന്നുള്ളൊരു സുപ്രധാനമായ പല കാര്യങ്ങളും ഇന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുകയാണ്. പ്രതിപക്ഷത്തെ വിരട്ടുന്ന ഒരു മനോഭാവമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത് എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളും രാഹുൽ ഗാന്ധി ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് രാജ്യത്ത് വഴിവെക്കുന്നത്. പല നേതാക്കളും, പല സുപ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും BJPക്കെതിരെയും രംഗത്തെത്തിയിട്ടുണ്ട്.